എക്സാം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, ഏതായിരുന്നു പോലെ നീറ്റാ ചെയ്യോ? നീറ്റ് ഈസി ആയിട്ട് തോന്നിയേ ബയോളജി ഫുൾ ടോപ്പോ? എങ്ങനെയുണ്ടായിരുന്നു സബ്ജക്ട്സ് വെച്ച് നോക്കുമ്പോൾ? ഫിസിക്സ് എളുപ്പമായിരുന്നു. ഫുൾ ടോപ്പ് ബയോളജിക്ക്? സുവോളജി അറിയില്ല, ബോട്ടണി എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ഈസി സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തേ? ബയോളജി ഈസി ആയിട്ട് തോന്നി. ബയോളജി ഈസി ആയിട്ട് തോന്നി. നന്നായിരുന്നു, നല്ലോണം എഴുതിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അതുണ്ട്. ഓക്കെ, ഏതായിരുന്നു ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ സബ്ജക്റ്റ്? ബോട്ടണി. അടിപൊളിയാണ്. ഓക്കെ, ഓഫ്ലൈനിൽ പഠിക്കുക? ഓൺലൈനാണ്. ഓക്കെ, ഏത് വെച്ചാൽ നമ്മൾ കിങ്സ് ലെവൽ ആണ്. അടിപൊളിയായിരുന്നു. ഏതായിരുന്നു ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ? ബയോളജി. സെക്കൻഡ് GIB എക്സാമിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ +1-ലെയും +2-ലെയും അതുപോലെ തന്നെ നീറ്റ് ആസ്പിറൻസും എക്സാം എഴുതി മടങ്ങുകയാണ്. ആൻഡ് ദേ ആർ ഓൾ ഹാപ്പി ഫോർ ഇറ്റ്. കാരണം നമുക്ക് എപ്പോഴും നീറ്റ് പോലുള്ള ഒരു എൻട്രൻസ് എക്സാമിന് അല്ലെങ്കിൽ JEE പോലുള്ളൊരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻട്രൻസ് എഴുതി എക്സാംസ് എഴുതി തന്നെ നമുക്ക് പഠിക്കേണ്ടി വരും. ആൻഡ് ദേ ആർ ഓൾറെഡി ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത GIBക്ക് കാണാം. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. See you.